ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച വലിയ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ജോൺ ബ്രൗൺ കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് 2025 ഒരു വലിയ ബിസിനസ്സിൻ്റെ വാതിൽ തുറക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം മുതൽ തനിക്ക് തുറക്കപ്പെടേണ്ട ബിസിനസ്സുകളുടെ വാതിലുകൾ തുറക്കപ്പെടുകയും അതേപോലെ തന്നെ തൻ്റെ ശാരീരികമായി നിൽക്കുന്ന എല്ലാ മേഖലയിലും ഒരു വിടുതലും സൗഖ്യവും തനിക്ക് ലഭിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ സഹോദരൻ്റെ വേർപാട് മൂലം ഉണ്ടാകുന്ന ആ വേദനയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്നൊക്കെ കർത്താവ് പൂർണ്ണമായി തന്നെ വിടുവിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവർ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. കാരണം ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ച് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവം യോബിൻ്റെ ദൈവമാണ്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും ഫെയിലായി പോകത്തില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെട്ട ചരിത്രമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരെ എൻ്റെ കൂടെ ചേർന്ന് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവർത്തികൾ കാണുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം കാണാൻ പോവുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാകേണ്ടതിനായിട്ട് ഈ പ്രാർത്ഥനയിൽ തുടരുന്ന ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അപ്പാ, ജോൺ ബ്രൗണിനെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കേണ്ടതിനായി, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ മകനൊരു പുത്തൻ വഴി അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 2025 മുഴുവൻ ആശ്വാസം പകരുന്ന ഒരു വലിയ വാതിലേക്ക് തന്നെ ദൈവം കരം പിടിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട്, കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ എന്ന് പറഞ്ഞ് വചനത്തിൻ്റെ ശക്തി തൻ്റെ പേരിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ശാരീരികവും മാനസികമായി താൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും വ്യഥകളിൽ നിന്നും കർത്താവ് പൂർണ്ണമായി തന്നെ സൗഖ്യമാക്കണം, അത്ഭുതത്തിലേക്ക് നടത്തണം. കർത്താവിൻ്റെ കരം അതിനകത്ത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അതിനകത്ത് ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതലുകൾ സംഭവിക്കണം, ദൈവത്തിൻ്റെ കരം ചലിക്കണം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, അങ്ങയുടെ വലിയ സ്നേഹം, അങ്ങയുടെ വലിയ കരം ഇപ്പോൾ തന്നെ ഇതിനകത്ത് വ്യക്തമായി ചലിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, അങ്ങ് മാനിച്ചതിനായി നന്ദി, അങ്ങ് ചലിച്ചതിനായി നന്ദി. ഞാൻ ഈ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമായതിനായി നന്ദി. ഒരിക്കൽ കൂടെ ഈ സ്പോൺസർ ചെയ്ത ബ്രദറിനെ കുടുംബത്തെ, ജോൺ ബ്രൗണിൻ്റെ കുടുംബത്തെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല, കർത്താവിൻ്റെ വലിയ കൃപയും കർത്താവിൻ്റെ കരുണയുമാണ് ഓരോ ദിവസവും ഈ മിനിസ്ട്രി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആ കരുണയിൽ, ആ പാദപീഠത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വചനചിന്തയിലേക്ക് വരാം. എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടെ ഇത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുന്നു. കാരണം എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ കഴിയും, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ തകർന്നിരിക്കുന്ന അനുഭവത്തിനകത്ത്, ആ വേദനപ്പെട്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ നിങ്ങളിപ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് അടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ ഞാൻ ഒന്നുകൂടെ ആഴമായി വിളിച്ചു പറയുന്നത്, ഞാൻ ഒത്തിരി മതങ്ങളെയും ഒത്തിരി ആരാധനകളെ ശ്രദ്ധിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ ആഴം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. കർത്താവ് വാക്ക് മാറാത്തവനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കല്ലറ മാത്രമാണ് തുറന്നു കിടക്കുന്നത്. ലോകത്തിൽ അനേക ഭക്തന്മാരുണ്ടായിരുന്നു, അനേക അലുവ്യ മത നേതാക്കന്മാരുണ്ടായിരുന്നു, അലുവ്യ മനുഷ്യ ദൈവങ്ങളുണ്ടായിരുന്നു, അലുവ്യ അങ്ങനെ ഒത്തിരി തലങ്ങളിലുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷെ അവരാരും ഉയർത്തെഴുന്നേറ്റതായി കാണുന്നില്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരാൾ മാത്രമാണ് ഈ ലോകത്തിൽ ഇത്രയും ഉറപ്പായി വെളിപ്പെടുത്തുന്നതും ഇന്നും സാക്ഷ്യമായിട്ടും അടയാളമായി വെളിപ്പെടുന്നത്. ഇസ്രായേലിൽ ആ കല്ലറ തുറന്നു കിടക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിനകത്തും സാക്ഷിയാകുന്ന നിലയിലേക്ക് എനിക്കും ഒരു
അനുഭവം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ അത്ഭുത ശക്തിയെ നിങ്ങളിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ചലിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും വിശ്വസിക്കാം, ഞാൻ ഈ കടന്നു പോകുന്ന ഏത് വിഷയത്തിനകത്താണോ അതിനകത്ത് എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്, എൻ്റെ ദൈവം ചലിക്കാൻ ശക്തനാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഞാനൊരു വചനത്തിൽ നിന്നൊരു മറുപടി പറയുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അവനെ കാത്തിരുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടെന്നോ ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയാം. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളെയാണ് യേശു സ്നേഹിച്ചത്, നിങ്ങളെയാണ് യേശു കണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ പ്രോമിസ് പറയുന്നു, നിങ്ങൾ നശിക്കത്തില്ല. ഇനി ഏതെല്ലാം നിലകളിൽ നിങ്ങൾ നശിക്കണമെന്ന് ലോകം പറഞ്ഞാലും യേശുവിൻ്റെ രക്തം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങളും വിശ്വാസത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ഉണർവ് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വലിപ്പം സംഭവിക്കാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ആ നിലയിൽ ഇന്ന് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മിനിറ്റ് മുതൽ പറയാം, കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്, കർത്താവ് എന്നോട് ഇടപെടുകയാണ്. അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവൻ്റെ പടകിൽ കയറിയുന്ന ഒറ്റ വാക്കിനകത്ത് വലിയ നിറവിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് വീഞ്ഞുണ്ടാക്കി 3-ാമത്തെ ദിവസം വീഞ്ഞു തീർന്നു പോയി, ഇതാ ഒറ്റ വാക്കിനകത്ത് പച്ചവെള്ളം വീഞ്ഞായി തീരുന്നുണ്ടെങ്കിൽ, ഈ വചന സന്ദേശം ഏതോ മേഖലയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏതോ സമയത്ത് അതിനകത്തുനിന്നൊരു വേട് നിൻ്റെ മേളിലേക്ക് ഇറങ്ങി വരികയാണ്, നിൻ്റെ സ്ഥിതിയെ മാറ്റുവാനായിട്ട്, നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം, അവൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറുവാനായിട്ട്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന, കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ 2-ാമത്തെ ഒരു സെഷൻ കൂടെ ഒക്കെ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നന്മകൾക്ക് വിരോധമായി വരുന്ന ഡിലേകൾ അല്ലെങ്കിൽ കാലതാമസങ്ങളെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. വിവിധ തരത്തിലുള്ള ഡിലേകളുണ്ട് അല്ലെങ്കിൽ കാലതാമസങ്ങളുണ്ട്. അതിനെ നാമായിട്ട് വരുത്തി വയ്ക്കുന്നതുണ്ട്. പ്രത്യേകിച്ച് സാത്താൻ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നന്മകളെ മനസ്സിലാക്കി തടയുന്നതുണ്ട്. പാരമ്പര്യമായി നമ്മിൽ വെളിപ്പെടുന്നതുണ്ട്. ഇതെല്ലാം വിവിധ നിലകളിലുണ്ട്. ആ നിലകളിൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി ഉണരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ചിലതിനെ ജയിക്കാൻ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ ഉറയ്ക്കുകയാണ്. അതേപോലെ തന്നെ മെയിനായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിനകത്ത് ഞാൻ തൊടുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വലുതായതുകൊണ്ട് നിങ്ങളുടെ ആ നന്മയുടെ സീസൺ വരുന്നത് സാത്താൻ അറിയാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളൊരു ആരാധനയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ ഒരു പ്രവചന സന്ദേശം വരികയോ ദൂതുകളൊക്കെ വെളിപ്പെടുമ്പോൾ വ്യക്തമായി സാത്താൻ അറിയാം, ഇവൻ്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന ഒത്തിരി മേഖലകൾ കാണാം. പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇസ്രായേൽ മക്കൾക്ക് കൊയ്ത്ത് വരുന്ന സമയത്തെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ യോർദാൻ കരകവിഞ്ഞ് ഒഴുകുന്നത് കാണാൻ പറ്റും. യോർദാൻ കരകവിഞ്ഞ് ഒഴുകുകയാണ് എന്ന് പറഞ്ഞാൽ ആ കൊയ്ത്തിലേക്ക് അവരെ വിടത്തില്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഹല്ലേലൂയ, ഡിവൈനായിട്ട് ദൈവം വരുത്തുന്ന കാലതാമസങ്ങളുണ്ട്. ദൈവം വരുത്തുന്ന കാലതാമസം എന്ന് പറഞ്ഞാൽ ലാസർ മരിച്ച് 4-ാമത്തെ ദിവസമാണ് യേശു അവിടെ ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ ആണ് അവിടെ കാണുന്നത്. പക്ഷേ ആ ഡിലേ ദൈവമായിട്ട് വരുത്തുന്നതാണ്. ഈ മരണം ദീനത്തിനായിട്ടല്ല, ഈ മരണം ദൈവമഹത്വത്തിനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് ദൈവം കാണാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാ താമസങ്ങളിലും അല്ലെങ്കിൽ ആഗ്രഹിച്ച തലങ്ങളിൽ വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ വേഗത്തിലാണ് ഈ പറഞ്ഞു വിടുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസിൽ ഒന്നാണ്, ഹല്ലേലൂയ, സാത്താൻ വരുത്തുന്ന ഡിലേകൾ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യത്തുള്ള ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ അത് ആ അനുഗ്രഹം സഭയിൽ എഫക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് ഭയങ്കര വലിപ്പമുള്ളതായിരിക്കും. ഹല്ലേലൂയ. എന്നും കടക്കാരനായി, എന്നും പ്രശ്നത്തിലും, എന്നും രോഗത്തിലും, എന്നും വേദനയിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കത്തില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ താഴ്ത്തിക്കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അതേസമയം നിങ്ങളിപ്പോൾ വളരെ വ്യക്തമായി അനുഗ്രഹിക്കപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ അനുഗ്രഹത്തെ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ അനുഗ്രഹത്താൽ ദൈവരാജ്യത്തിന് വർധനവ് സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു 1000 പേരുടെ മീറ്റിംഗ് നടത്തുകയാണ്. അതിനകത്ത് പാപികളായി നിൽക്കുന്ന, ദൈവത്തെ അറിയാത്ത 100
നൂറുകണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഴമാണ്. അതേപോലെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അമ്മയുടെ ഉദരം മുതൽ ജനിക്കുമ്പോഴേ അറിയാം ചില തടസ്സങ്ങൾ പോലെ, അല്ലെങ്കിൽ അറിയാം ഇവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നുള്ള നിലയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. എബേസിനെ നിങ്ങൾ പഴയ നിമിത്തം ശ്രദ്ധിച്ചാൽ അറിയാം, എബേസ് വ്യസനപുത്രനായിട്ടാണ് ജനിച്ചത്. ഹല്ലേലൂയ. ആ അമ്മ അവനെ വ്യസനപുത്രൻ എബേസ് എന്നാണ് വിളിച്ചത്. ആ നിലയിൽ നിൽക്കുമ്പോൾ ആ കാലതാമസങ്ങൾ, അവന് മാത്രം ഉയരാൻ കഴിയുന്നില്ല, അവന് മാത്രം അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ അറിവിൻ്റെ സമയത്ത് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പറയാണ്, നീ എന്നെ നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കുകയും നിൻ്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് വ്യസനത്തിന് കാരണമാകാതെ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് നന്ദി പറയാൻ തയ്യാറാകണം. എബേസിന് ദൈവം ആരാവുന്നൊരു അറിവ് വന്നു. ആ സമയത്താണ് അവൻ മനസ്സിലാകുന്നത്, അമ്മയുടെ ഉദരം മുതൽ ചലിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളെക്കുറിച്ച് അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയും അവന് ദൈവം അവൻ്റെ അതിരുകൾ വിശാലമാക്കുകയും ചെയ്തതായി കാണുകയാണ്. നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകാമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അമ്മയുടെ ഉദരം മുതൽ കണ്ണു കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ ഒരു കുരുടനായ മനുഷ്യൻ, ഹല്ലേലൂയ, അത്യമായുടെ മകനായി ഭർത്തിമായി, അല്ലെങ്കിൽ അവന് കാണാൻ കഴിയത്തില്ല ഈ റോഡിലൂടെ ആരൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷെ അവൻ ശബ്ദത്തിലാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു ദിവസം യാചകനായിട്ട് ആ റോഡിൽ ഇരിക്കുമ്പോൾ അവൻ കേൾക്കുകയാണ് ഒരു വലിയ ആരവം. അവൻ ചോദിച്ചു, എന്താണ് ഈ ശബ്ദം? ഉടനെ അവിടെ നിന്ന് ജനം മുഴുവൻ പറഞ്ഞു, നസ്രയനായ യേശു ഈ വഴിയിൽ വരികയാണ്. ആരോ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദാവീദിന്റെ പുത്രനിൽ നിന്ന് സൗഖ്യമുണ്ട്, ദാവീദിന്റെ പുത്രനിൽ നിന്ന് എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുമെന്നുള്ളത്. അവൻ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എത്ര വർഷമാണ് അവിടെ കൊടുത്തിട്ടില്ല, എന്നാൽ ഹല്ലേലൂയ ആ കാലതാമസത്തെ യേശുവിൻ്റെ വാക്കിൻ്റെ അധികാരത്തിൽ ഇതാ അവൻ്റെ കാഴ്ച പുറത്തു വരികയാണ്. അവൻ സൗഖ്യമാകുകയാണ്. എത്ര വർഷം അവൻ കുരുടനായിരുന്നെന്ന് എനിക്കറിയത്തില്ല, അവൻ ഹല്ലേലൂയ യാചകനായിരുന്നെന്ന് അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ അവൻ സൗഖ്യമായി അവൻ്റെ വ്യത്യാസം സംഭവിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഇതേപോലെ 40 വർഷമായി, അമ്മയുടെ ഉദരം മുതൽ 40 വർഷമായി മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും. അറിയാം, 40 വർഷമായി ദൈവം വെച്ചിരിക്കുന്ന നന്മകളൊന്നും അനുഭവിക്കാതെ എല്ലാം ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാളുടെ സഹായമില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പത്രോസ് കരം നീട്ടി അവനെ പിടിച്ചിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, ഈ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിവൈൻ, കർത്താവ് വെച്ചിരിക്കുന്ന കണക്ഷനുകൾ, ഡിവൈനായിട്ടുള്ള ദൈവികമായ കണക്ഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. നിങ്ങളുടെ ബിസിനസ്സിനെ തുറക്കുവാൻ, നിങ്ങളുടെ ജോലിയെ തുറക്കുവാൻ, നിങ്ങളുടെ നന്മകളെ തുറക്കുവാൻ, ഹല്ലേലൂയ, കറക്റ്റായ കണക്ഷൻ. നിങ്ങളുടെ തലമുറകളെ തെറ്റിച്ച് കളയുന്ന ശക്തികൾ ഉണ്ടാകാം, ഹല്ലേലൂയ, എന്നാൽ ആ തലമുറയ്ക്ക് ഡിവൈനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. മറ്റെല്ലാം നമ്മുടെ നന്മകളെ ഡിലേ ചെയ്യുന്നതാണ്. ശത്രുവിന് ഇത് വ്യക്തമായിട്ട് അറിയാം. ഈ പ്രോസസ്സിലൂടെ പോയാൽ, ആ ഫ്രണ്ട്ഷിപ്പിലൂടെ പോയാൽ, ഹല്ലേലൂയ, ഇവൻ്റെ തലമുറ വാഗ്ദത്തം കേട്ടതാണെങ്കിലും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ, ആ നിലയിൽ കേൾക്കുന്നവരുണ്ടാകും. ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ നന്മകൾ അനുഭവിക്കാൻ തയ്യാറാകുക, നിങ്ങൾ വിടുതലേക്ക് വരാൻ തയ്യാറാകുക. ഹല്ലേലൂയ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ, അടുത്ത ഭാഗത്തിനകത്ത് ഇതൊക്കെ ഞാൻ വ്യക്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ സുഖമില്ലാതെ എഴുന്നേക്കാൻ പറ്റാതെ ഒരു കിടക്കയിൽ, ഹല്ലേലൂയ, ആ കുളക്കടവിൽ കിടക്കുകയാണ്. ആ കുളക്കടവിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ, അവന് മുമ്പായിട്ട് ഒത്തിരി പേര് സൗഖ്യമാകുന്നവൻ കാണുന്നുണ്ട്. പക്ഷേ യേശു അവൻ്റെ അടുക്കൽ വന്ന് വ്യക്തമായി ഒരു കാര്യം ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ്റെ പ്രാർത്ഥന വിഷയം പറയുകയാണ്, ഞാൻ അനേക പ്രാവശ്യം അവിടെ ചെന്നിട്ടുണ്ട്, പക്ഷേ എന്നെ മാത്രം സഹായിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു സൗഖ്യമാകുമെന്നും നിങ്ങൾക്കൊരു വിടുതൽ നടക്കുമെന്ന് മനസ്സിലായാൽ, ആ ഡിവൈനായിട്ടുള്ള ഹല്ലേലൂയ ആ പ്രോസസ്സിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ആ സഹായം അവൻ പറയുകയാണ്, ഒത്തിരി പേരെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, പക്ഷേ എന്നെ മാത്രം സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബെഥേസ്ദയുടെ ചരിത്രം മാറ്റാൻ, ഹല്ലേലൂയ ആ പുണ്യ സ്ഥലത്തിൻ്റെ ചരിത്രം മാറ്റുവാൻ യേശു അവനോട് പറയുകയാണ്, നീ ആ വെള്ളത്തിൽ ഇറങ്ങിയൊന്നും വേണ്ട, നീ എന്നെ വെയിറ്റ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ ഡിലേകളെ തീർക്കുവാനായിട്ട്, ദൈവം വെച്ചിരിക്കുന്ന ഭയങ്കരമായ ഉയർച്ചയിലേക്ക് വരുവാനായിട്ട് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഇതിനകത്ത് അസാധാരണമായ വാക്യങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആ വാക്യങ്ങളിലേക്കൊക്കെ ഞാൻ ആമുഖം മാത്രമാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ദൈവ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാമുണ്ട്. ദൈവ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട്, ദൈവശബ്ദം നേരിട്ട് കേട്ട്
നേരിട്ട് ഇറങ്ങിയത്. ഒരു പാസ്റ്റർ മുഖാന്തരമല്ല, ഒരു മനുഷ്യൻ മുഖാന്തരമല്ല. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അറിയാം, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ വലിയ വാഗ്ദത്തങ്ങൾ നേരിട്ട് കേട്ടിറങ്ങിയ 75-ാമത്തെ വയസ്സിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിലേക്ക് നടക്കുന്നത് 100-ാമത്തെ വയസ്സിലാണ്. നീണ്ട 24 വർഷം ഡിലേ ആയിപ്പോയി നന്മകൾ. അറിയാം, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ 6-ാമത്തെ വയസ്സിലാണ് ഹല്ലേലൂയ തൻ്റെ ഭാര്യയ്ക്ക് ഒരു തോന്നലുണ്ടാകുന്നത്, ഇനി അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. വാഗ്ദത്തം മറന്നുപോയി, ദൈവശബ്ദം മറന്നുപോയി. ഇല്ല, മാനസികമായി എടുത്ത തീരുമാനങ്ങളിൽ, ഹല്ലേലൂയ, സ്വയമായി എടുത്ത തീരുമാനങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും തെറ്റിപ്പോവുകയാണ്. ഹല്ലേലൂയ, ഇതാ ഹല്ലേലൂയ സാറാ വന്ന് പറയാണ്, എനിക്കൊരു ദാസിയുണ്ട്, ഹല്ലേലൂയ, ഹാഗാർ എന്നാണ് അവിടെ പേര്. ഹല്ലേലൂയ, അവളിലൂടെ എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളിൽ ഹല്ലേലൂയ മുഴുവൻ ദൈവികമായ പ്ലാനുകളും തെറ്റിപ്പോവുകയാണ്, ഡിലേകൾ സംഭവിക്കുകയാണ്. പക്ഷേ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം വാക്ക് പറഞ്ഞത് മാറത്തില്ല. ദൈവം വീണ്ടും അതിനുവേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിന് 86-ാമത്തെ വയസ്സിലാണ് ഹല്ലേലൂയ ഇശ്മായേൽ പുറത്തു വരുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് ശത്രു തടഞ്ഞ ഹല്ലേലൂയ പല നന്മകളും ഉണ്ടാകാം. ഹല്ലേലൂയ, പലതും ഇന്ന് ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിപരമായി ഉയർച്ചയില്ലാത്ത അനുഭവങ്ങളിൽ ഹല്ലേലൂയ ആ നിലയിലൊക്കെ ശ്രദ്ധിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. അറിയാം, വിവാഹം നടക്കാത്ത നിലയിൽ, കുഞ്ഞുങ്ങൾ ഇല്ലാത്ത നിലയിൽ, 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും ഹല്ലേലൂയ ഇപ്പോൾ കുടുംബം മുഴുവൻ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ വാഗ്ദത്തം ഭയങ്കരമായി നിൽക്കുന്നത്. ഹല്ലേലൂയ, ആ നിലയിൽ നിൽക്കുമ്പോൾ ആ ഡിലേകളെ മാറ്റുവാൻ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക്, അറിയുക, ഇതാ അബ്രഹാമിന്റെ മുമ്പിലേക്ക് ദൈവം നേരിട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എൻ്റെ മുമ്പിൽ നീ നിഷ്കളങ്കനായിരിക്കാൻ തയ്യാറാകുക. ദൈവികമായ വലിയ പ്രവർത്തികൾ വരേണ്ടതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ അടുക്കലേക്ക് വിശുദ്ധി പ്രാപിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വിശ്വസ്തനായി നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, നമ്മളെ ദൈവം മാനിക്കുമെന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് മുഖപക്ഷമില്ല, ഉറപ്പാണ്. ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നെ തുടരുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വരും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യോനായുടെ ഒരു തെറ്റായ ഹല്ലേലൂയ ആ തീരുമാനമാണ് നിനവയുടെ മാനസാന്തരം ലേറ്റ് ആകുന്നത്. അറിയാം, നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ തലമുറയുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും വിടുതലുകൾ ലേറ്റ് ആയി പോകുന്നത്. എന്നാൽ മാളിക റൂമിൽ ഇറങ്ങുന്ന ദൈവശക്തി, മാളിക റൂമിൽ ഇറങ്ങുന്ന അഭിഷേകം, അറിയാം, അപ്പോസ്തലന്മാരെ ലോകത്തിൻ്റെ ഉണർവാക്കി തീർക്കുമെങ്കിൽ നിങ്ങൾ ദൈവശക്തിയിലും ദൈവത്തിൻ്റെ ആത്മാവിലും ഉണരുക. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ, ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് കൂടെ ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവെ അങ്ങയുടെ കരം ചലിക്കട്ടെ, അങ്ങയുടെ ശക്തി വെളിപ്പെട്ട് വരട്ടെ, വലിയ ദൈവപ്രവർത്തികളിലേക്ക് നടക്കട്ടെ. കർത്താവിൻ്റെ കരമനകത്ത് ചലിക്കുന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിലേകൾ കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ, അറിയാം, പൈശാചിക പ്ലാനുകൾ മാറിപ്പോകേണ്ടതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗം ഒന്ന് തൊട്ടുപിടിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനകത്ത് അത് വ്യക്തമായി ഞാൻ സംസാരിക്കാം. ദാനിയേൽ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കേണ്ടതിന് വേണ്ടി ഇതാവൻ ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ 21 ദിവസം ഉപവാസം എടുക്കുകയാണ്. ആ ഉപവാസം എടുക്കുന്ന ആദ്യ ദിവസത്തിൽ തന്നെ അവന് വേണ്ടിയുള്ള വാർത്തയുമായി ദൂതൻ താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷെ പാർസ്യ പ്രഭു 21 ദിവസം അവനെ തടഞ്ഞതായി കാണുന്നത്. ആ നന്മയെ അല്ലെങ്കിൽ ദൈവപ്രവർത്തിയിലേക്ക്, ദൈവത്തിൻ്റെ അറിയിപ്പിലേക്ക് നടക്കാൻ കഴിയാത്ത രീതിയിൽ, ആ വ്യക്തിയുടെ അടുക്കലേക്ക് നന്മ വരാത്ത രീതിയിൽ പാർസ്യ രാജാവിൻ്റെ പ്രഭു ഹല്ലേലൂയ ദൂതനെ തടഞ്ഞതായി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഡിലേ വരുത്തുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇതേപോലെ ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ ജോലിയുടെ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ, നിങ്ങളുടെ ഉയർച്ചയുടെ, മിനിസ്ട്രിയുടെ ഉയർച്ചയുടെ ഒക്കെ നന്മകളെ തടയുന്ന ദുരാത്മാക്കൾ ഉണ്ടാകാം. ഹല്ലേലൂയ, രോഗത്തിൻ്റെ അനുഭവമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. 12 വർഷമായി രക്തസ്രാവ സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ, അവളുടെ എല്ലാ നന്മകളും നഷ്ടമായി പോവുകയാണ്. ഹല്ലേലൂയ, അവളുടെ ആരോഗ്യം, ഹല്ലേലൂയ, അവളുടെ വർഷം, അവളുടെ നന്മ, അവളുടെ സൗന്ദര്യം, ഹല്ലേലൂയ, അവളുടെ സമ്പത്ത്, ഇതെല്ലാം നഷ്ടമായി, ഡിലേ ആയി ആ നിലയിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് അവൾ സ്പർശനം അനുഭവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ദൈവിക സ്പർശനം നിങ്ങളുടെ ഡിലേകളെ മാറ്റാൻ പോവുകയാണ്. ദൈവം ഇരട്ടി നന്മകൾ നിങ്ങളുടെ മേലിലേക്ക് അയക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഞാൻ ഈ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വലിയ ദൈവശക്തി അനുഭവിക്കുന്നു. നിങ്ങളും അതിനുവേണ്ടി ഒരുങ്ങുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരുങ്ങാം, ദൈവത്തിൻ്റെ പ്രവർത്തികളിലേക്ക് വരാം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചലിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധികമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ഹല്ലേലൂയ. എങ്കിൽ അല്പസമയത്തേക്ക് നമ്മൾ വിശ്വാസം വർദ്ധിക്കേണ്ടതിനായി സാക്ഷ്യത്തിലേക്ക് വരുന്നു. അതിനുശേഷം വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബുധനാഴ്ച ദിവസം ലേഡീസ് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കടയിലെ ചേച്ചിയുടെ അടുത്ത് നിന്ന് ചായ കുടിക്കും. അപ്പോൾ ചേച്ചിയോട് ഒരു വിശേഷം പറഞ്ഞു, മോൾക്ക് 5 വർഷമായിട്ട് കുട്ടികളില്ല. ഇവിടെ കടന്നു വരുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര നാണം, എല്ലാവരും എന്നെ കളിയാക്കും. ഒരു ദിവസം വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച്, പക്ഷേ ഞാൻ പറഞ്ഞത് കുട്ടികളുണ്ടാവും, ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്, ഞങ്ങൾ വെറുതെ അല്ല ഈ ബുധനാഴ്ച ദിവസം പോയിരിക്കുന്നെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു, മകൾക്ക് 5 വർഷമായിട്ട് ഇല്ലാത്ത കുട്ടി ഇപ്പം ഗർഭിണിയാണ് എന്ന് വിശേഷം പാസ്റ്ററോട് പറയണം. ഇതൊരു സാക്ഷ്യമായിട്ട് അവർക്ക് വന്ന് പറയാൻ നാണക്കേടാണെന്ന് അവർ പറയുക. അപ്പം ഞാനിത് സാക്ഷ്യമായിട്ട് പറയണം. നമ്മൾ ദൈവമക്കളല്ലാന്നിട്ട് പോലും ഒരു കുഞ്ഞിനെ കൊടുത്തെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് എത്രത്തോളം നമ്മുടെ ദൈവം തരും, ആ വിശ്വാസം സ്വീകരിക്കണം. കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ് ചെയ്ത നന്മകൾക്കായി സ്തോത്രം. എൻ്റെ വൈഫിൻ്റെ അച്ഛന് ഷുഗർ കൂടിയിട്ട് കാല് പഴുത്ത് ഒരു വിരൽ മുറിച്ചായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള 3 വിരൽ മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു അഡ്മിറ്റ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ 1-2 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിരലല്ല കാല് മുറിക്കേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം കാല് മുറിക്കാനായിട്ട് 2 കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. വൈഫൊക്കെ അവിടെ പോയി. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച ഡോക്ടർ പറഞ്ഞ് ചൊവ്വാഴ്ച സർജറി ഉണ്ടെന്ന്. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും സർജറിയുള്ള മെഷീൻ കംപ്ലൈൻ്റായി. അപ്പം അവിടെ നിന്നുകൊണ്ട് വൈഫ് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം മെഷീൻ കംപ്ലൈൻ്റായി. ചൊവ്വാഴ്ചയാണ് സർജറി വെച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇനി തിരുനെൽവേലി കൊണ്ടുപോകണം. അവർ തമിഴ്നാടാണ്, തിരുനെൽവേലിയോട്ട് കൊണ്ടുപോകണം. അപ്പോൾ തിരുനെൽവേലിയിൽ അവിടെ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെന്നൈയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ വൈഫിൻ്റെ ചേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്നൈയിൽ പോയി അഡ്മിറ്റായിട്ട് അവിടെയും ഒരു ബുധനാഴ്ച ദിവസമാണ് സർജറി വെച്ചിരുന്നത്. അപ്പം ചൊവ്വാഴ്ച ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സർജറി വേണ്ട, കാല് മുറിക്കേണ്ട, രക്തഓട്ടമുണ്ട്, കാലിൽ രക്തഓട്ടം തുടങ്ങി, പിന്നെ പഴുത്തിരുന്ന കാല് കരിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. പറഞ്ഞ ചൊവ്വാഴ്ച സർജറി പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. നാളെ തിരിച്ച് വരുന്നുണ്ട് ട്രെയിനിൽ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞേ. ഇവരുടെ ജീവിതത്തിനകത്ത് നിന്ന തടസ്സം കാല് മുറിക്കണമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ആ ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു ഹോസ്പിറ്റൽ കേസുകൾ സൗഖ്യമാകിയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ജോയി പറ അവിടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് പറഞ്ഞത് ഈ ചൊവ്വാഴ്ച കാല് മുറിക്കുമെന്നാണ് പറഞ്ഞേക്കുന്ന വാസന. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിൽ സൗഖ്യം നടന്നെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടർ 2ാമത് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് കാലിൽ രക്തോട്ടമുണ്ട്, ആ തടസ്സം കാണുന്നില്ല. മുറിക്കണമെന്ന് തീരുമാനിച്ചതിനെ കർത്താവ് ഡിസ്ചാർജ് ചെയ്തു. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ് ആരംഭങ്ങൾ ഉളവാക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുകയാണ്. അറിയാം, മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രോഗികളായി നിൽക്കുന്നവർ നിങ്ങൾ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവയ്ക്കണം. 2025 നീ രോഗിയായി തുടരത്തില്ല. നിന്നെ മഹത്വം സൗഖ്യമാക്കാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കണം. ഈ വചനം എന്തോ പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ആരെല്ലാം നിങ്ങളെ നോക്കി എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഈ 2025 എൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി വിരോധമാണ്, അറിയോ, ഒത്തിരി അസാധ്യതകൾ എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭമുണ്ട്. പക്ഷേ ഈ 2025 തീരുന്നതിന് മുമ്പേ മഹത്വം കണ്ട സാക്ഷിയായി തീരുമാനമായിട്ട് ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ദൈവമാണ്, അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. രോഗമുള്ളവർ ഇപ്പോൾ തന്നെ കൈവയ്ക്കുക. നിങ്ങൾ വലിയ സൗഖ്യം കാണാൻ പോകുന്നു, വലിയ വിടുതൽ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കണ്ടവരായി തീരുവാൻ, വലിയ അത്ഭുതം കണ്ടവരായി തീരുവാൻ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരട്ടെ. ഇവർ ദൈവത്തിനുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്നുള്ള ആഴം വെളിപ്പെട്ട് വരട്ടെ. തമ്പുരാനെ, ഇവരെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങയുടെ രക്തത്തിലാണല്ലോ. അങ്ങയുടെ മഹത്വം ഓരോ മക്കളുടെ മേലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞാൻ അറിയാം, ബിനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കർത്താവെ, ഞാൻ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടിറമേ അപ്പ. കർത്താവെ, അങ്ങയുടെ കരം ഹല്ലേലൂയ ഇപ്പോൾ തന്നെ അത്ഭുതം. സന്തോഷത്തിന് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു.
ഹല്ലേലൂയ സിബി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിബിക്ക് വേണ്ടി വിദേശത്തേക്കുള്ള മാർഗ്ഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഇവരുടെ ഭവന മഹത്വം വെളിപ്പെടുത്തുന്നതാകട്ടെ അപ്പാ. ഇവരുടെ ദീനങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ മഹത്വം പരിഹരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ ഇവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിനായി സ്തോത്രം. ഇവർ ആ ഭവനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ കലഹങ്ങളും, എല്ലാ ദുരാത്മാക്കളുടെ ശക്തികളും ഇപ്പോൾ മഹത്വത്തിൽ അവസാനിക്കും. കാരണം സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇരുട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ചിലർ വിടുതലുകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് തകർന്ന അനുഭവത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഇൻ്റർവ്യൂകളുടെ വാതിലുകൾ തുറക്കുന്നു. ആ എക്സാം നിങ്ങൾ പാസ്സാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഷീലെ അറിയാം, കഴിഞ്ഞ 30 വർഷം നടക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അമലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മുന്നിലേക്കും വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, അറിയാം, സാലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സാലിക്ക് വേണ്ടി പുത്തൻ നന്മകൾ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴ്പോട്ട് തളർച്ചയുമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇപ്പോൾ മഹത്വം തൊടുന്നു. അവർ എഴുന്നേറ്റ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ മഹത്വമായി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് 811 എന്ന് കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ 9072 നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കാൻ പറ്റുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ ഉയർത്തട്ടെ. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തെന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രയറിന് നേരിട്ട് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരുന്നത് ഓർപ്പിക്കുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.